പിന്നെ ഇന്ന് ബാക്കി പറയുന്നത് ഹൃദയത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു ഹൃദയത്തിനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൃദയത്തെ രണ്ടായിട്ട് ഒരു പേശി മുഖേന തരംതിരിച്ചിട്ടുണ്ട്. ഇത് വലതുവശമാണെന്ന് പറഞ്ഞു, ഇത് ഇടതുവശമാണെന്ന് പറഞ്ഞു. ഈ ഇടതുവശത്ത് വരുന്നതെല്ലാം ഓക്സിജൻ അടങ്ങിയ രക്തവും വലതുവശത്ത് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തവുമാണ്. അതേപോലെ ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചു. ഇത് എട്രിയമാണ്, മുകളിലുള്ള അറകളുടെ പേര് എട്രിയം. അപ്പോൾ ഇത് വലത് എട്രിയം, ഇത് ഇടത് എട്രിയം, ഇത് വെൻട്രിക്കിളാണ്. അപ്പോൾ താഴെയുള്ള അറകളുടെ പേര് വശം വെച്ചിട്ട് നമ്മൾ പറയുന്നു വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ആദ്യം വരുന്നത് വലത് എട്രിയത്തിലേക്കാണ്. അപ്പോൾ വലത് എട്രിയത്തിലേക്ക് കണക്ട് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്ത് കിടക്കുന്ന കുഴലുകളുടെ പേര് പറയേണ്ടത് ഏതൊക്കെയാണ്? ഊർധ്വമഹാസിര, ഊർധ്വമഹാസിര, പിന്നെയുള്ളത് അധോമഹാസിര. ഈ രണ്ട് സിരകൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും രക്തം എവിടെ എത്തിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം വലത്ത് എട്രിയത്തിൽ എത്തിക്കുന്നു. നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഏതാണ്ട് ഏതൊക്കെയാണ് പറഞ്ഞത്? ഊർധ്വമഹാസിര ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെ താഴെക്കൂടി അധോമഹാസിരയും. എവിടേക്കാണ് രക്തം എത്തിക്കുക? ഈ പറയുന്ന എ എന്ന് പറയുന്ന കോളം, എ എന്ന് പറയുന്ന കോളത്തിൻ്റെ പേരാണ് വലത് എട്രിയം. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ആദ്യം രക്തം എത്തിക്കുന്ന കുഴല് വലത് എട്രിയം. അപ്പോൾ വലത് എന്ന് ആലോചിക്കുമ്പോഴേ ഓർക്കുക അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ വലത് എട്രിയമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന രക്തക്കുഴലിൻ്റെ പേര് ഒന്ന് ഊർധ്വമഹാസിര, മറ്റേത് അധോമഹാസിര, മറന്നു പോവല്. ഇനി വലത് വെൻട്രിക്കിൾ, താഴ്ഭാഗത്തുള്ള ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുക? വലത് വെൻട്രിക്കിൾ എന്ന് പറഞ്ഞു. വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം, ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ഇവിടെ നിന്ന് എട്രിയത്തിൽ നിന്ന് വലത് വെൻട്രിക്കിളിലേക്ക് വരും. അപ്പോൾ അവിടെ അതിൻ്റെ തിരിച്ചൊഴുക്ക്, ഈ വെൻട്രിക്കിളിൽ വന്ന രക്തം തിരിച്ചൊഴുകരുത്, ഈ എട്രിയത്തിലേക്ക് തിരിച്ചൊഴുകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു വാൽവ് ഉള്ള, വാൽവിൻ്റെ പേരാണ് നമ്മൾ പഠിച്ചു ട്രൈക്കസ്പിഡ് വാൽവ്. 3 ദളങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാൽവ് എന്ത് ചെയ്യുന്നുണ്ട്? രക്തത്തിൻ്റെ തിരിച്ചൊഴുക്ക് തടയുക. രക്തം ഇവിടുന്ന് തിരിച്ചൊഴുകാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്? വാൽവ് ഉള്ളത്. അപ്പോൾ വാൽവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് രക്തത്തിൻ്റെ തിരിച്ചൊഴുക്ക് തടയാന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇനി എന്താ പറഞ്ഞത്? വലത് എട്രിയത്തിൽ നിന്ന് രക്തം എങ്ങോട്ടാണ് വരുന്നതെന്നാണ് പറഞ്ഞത്? ഈ പറയുന്ന വലത് വെൻട്രിക്കിളിലേക്ക് വന്നു. അപ്പോൾ വലത് വെൻട്രിക്കിളിലെത്തി. ഈ വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം സങ്കോചിക്കുന്ന സമയത്ത് ഈ കാണുന്ന കുഴൽ, ഇവിടെ ഒരു വാൽവുണ്ട്, ഇവിടെ ഒരു വാൽവുണ്ട്. വാൽവിൻ്റെ പേര് സെമി ലൂണാർ വാൽവ്. ഇതാ എൻ്റെ പേര് തന്നിട്ടുണ്ട്, സെമി ലൂണാർ വാൽവ്. ഈ സെമി ലൂണാർ വാൽവ് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത്? ഈ ശ്വാസകോശ ധമനിയിലൂടെ നേരെ പോകുന്നത് ശ്വാസകോശത്തിലേക്കാണ്. അപ്പോൾ ശ്വാസകോശ ധമനിയിലൂടെ ശ്വാസകോശത്തിലേക്ക് പോകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വലത് വെൻട്രിക്കിളിലെ രക്തം ശ്വാസകോശ ധമനിയിലൂടെ എങ്ങോട്ടാണ് പോയത്? ശ്വാസകോശത്തിലേക്ക്. അപ്പോൾ വലത് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന രക്തക്കുഴലിൻ്റെ പേരാണ് എന്ത്? ശ്വാസകോശ ധമനി. അപ്പോൾ മറന്നുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്. വലത് വെൻട്രിക്കിളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന രക്തക്കുഴലിൻ്റെ പേര് ശ്വാസകോശ ധമനി. അവിടെ ചെന്നിട്ട് ശ്വാസകോശത്തിൽ ചെന്നിട്ട് ഓക്സിജൻ അടങ്ങിയ രക്തമാവുന്നു. ശ്വാസകോശത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വിട്ടുകൊടുത്തു, ഓക്സിജൻ അടങ്ങിയ രക്തവുമായിട്ട് ആരാ തിരിച്ചു കൊണ്ടുവരുന്നത്? ശ്വാസകോശ സിര. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന രക്തക്കുഴലിൻ്റെ പേരാണ് ശ്വാസകോശ സിര. അത് എവിടേക്കാണ് വന്ന് അവസാനിക്കുന്നത്? ഇടത്ത് എട്രിയത്തിൽ. അപ്പോൾ ഇത് നമ്മുടെ ഇടത്ത് എട്രിയം എന്ന് പറഞ്ഞ ഭാഗം. അപ്പോൾ ഇടത്ത് എട്രിയത്തിലേക്കാണ് വരിക. അപ്പോൾ ഒന്നും കൂടി കേൾക്കുക. വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി രക്തം കൊണ്ടുപോകുന്നുണ്ട്. ആ ശ്വാസകോശ ധമനി കൊണ്ടുപോകുന്ന ശ്വാസകോശത്തിലേക്കാണ്. അവിടെ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തവുമായിട്ട് ശ്വാസകോശ സിര ഇടത്ത് എട്രിയത്തിൽ വന്ന് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇടത്ത് എട്രിയത്തിൽ നിന്ന് രക്തം എങ്ങോട്ടായിരിക്കും പോവുക? ഈ പറയുന്ന ഇടത്ത് വെൻട്രിക്കിളിലേക്ക്. ഇടത്ത് വെൻട്രിക്കിളിലേക്ക് പോയാൽ പിന്നെന്താ ചെയ്യുക? ഇവിടെ നിന്ന് ഒരു രക്തക്കുഴൽ കാണാം. ഇതാ ഈ കാണുന്ന രക്തക്കുഴൽ കണ്ടോ? ഈ രക്തക്കുഴലാണ്. ഇവിടെയും ഒരു വാൽവുണ്ട്, അതിൻ്റെ പേര് സെമി ലൂണാർ വാൽവാണ്. ഈ മഹാധമനിയിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മഹാധമനിയിലൂടെ രക്തം എത്തിക്കുന്നുണ്ട്. ഓക്സിജൻ അടങ്ങിയ രക്തം എല്ലാ കലകളിലും എത്തുന്നു. ഇതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനം. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ടത് ഓരോ രക്തക്കുഴലുകൾ ഏതൊക്കെയാണെന്നും അവിടെയുള്ള വാൽവുകൾ ഏതൊക്കെയാണെന്നും ഓരോന്ന് ഏതുമായിട്ടാണ് കണക്റ്റഡ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മളത് ഇവിടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇത് ക്ലാസ്സിലെടുത്തതാണ്, വീഡിയോയും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതിൽ കുറേ ക്ലിയർ ആയിട്ടുണ്ടാവും. മനസ്സിലാവാത്ത ഉണ്ടെങ്കിലാണ് ഒന്നും കൂടി പറഞ്ഞു തന്നത്. അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക.
പിന്നെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രക്തക്കുഴലുകളിലുള്ള വാൽവിൻ്റെ പേര് നമ്മൾ പറയാം സെമി ലൂണാർ വാൽവ് എന്നാണ്. ഈ അറകളിൽ വലത് എട്രിയത്തിൻ്റെയും വലത് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള വാൽവിൻ്റെ പേര് ട്രൈക്കസ്പിഡ് വാൽവ്. ഇടത് എട്രിയത്തിൻ്റെയും ഇടത് വെൻട്രിക്കിളിൻ്റെയും പിന്നെ ഇടയിലുള്ള വാൽവ് ബൈക്കസ്പിഡ് വാൽവ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്. ഇടത് ഭാഗത്തുള്ളത് ബൈക്കസ്പിഡ്, വലത് വശത്തുള്ളത് ട്രൈക്കസ്പിഡ്. വാൽവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് രക്തത്തിൻ്റെ തിരിച്ചൊഴുക്ക് തടയുക. അപ്പോൾ ഇവിടെ വലത് വെൻട്രിക്കിളിൽ വന്ന രക്തം എങ്ങോട്ട് തിരിച്ചു പോകരുത്, എട്രിയത്തിലേക്ക് തിരിച്ചു പോകരുത്. അതേപോലെ വലത് വെൻട്രിക്കിളിൽ നിന്ന് ധമനിയിലേക്ക് പോയ രക്തം പിന്നെ തിരിച്ചെങ്ങോട്ട് വരരുത്, ശ്വാസകോശ ധമനിയിലേക്ക് പോയത് തിരിച്ചിങ്ങോട്ട് ഒഴുകരുത്. അതിന് വേണ്ടിയിട്ടാണ് വാൽവുകളുള്ളത്. അപ്പോൾ വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനിയാണ് രക്തക്കുഴലായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത്. ഇടത് എട്രിയത്തിലേക്ക് കണക്ട് ചെയ്ത് കിടക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശ സിര. ഇടത്ത് പിന്നെ വെൻട്രിക്കിളിൽ നിന്ന് കണക്ട് ചെയ്ത് കിടക്കുന്ന രക്തക്കുഴലിൻ്റെ പേര് മഹാധമനി. അതേപോലെ തന്നെ വലത് എട്രിയത്തിൽ കണക്ട് ചെയ്ത് കിടക്കുന്ന രക്തക്കുഴലാണ് ഊർധ്വ മഹാസിരയും അധോ മഹാസിരയും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ.